കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസം ഈ ആദ്യത്തെ സെഷനിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നാം വളരെ പ്രതീക്ഷയോടെയാണ് ദൈവസന്നിധിയിൽ ഇന്ന് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് എന്നും അനുഗ്രഹമായിട്ടേ ഉള്ളൂ, അല്ലേ? എനിക്ക് ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത് അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ വന്നത്, പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ആത്മാർത്ഥമായി എന്ന സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിനൊരു ഫലം ഉണ്ടായിട്ടുണ്ട്. നാം വന്നു എന്നുള്ളത് കൊണ്ടായിട്ടില്ല. വളരെ ആത്മാർത്ഥമായി ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവമുഖം അന്വേഷിക്കാനും നിങ്ങൾ മനസ്സ് വെച്ചാൽ ഉറപ്പായും ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പാട്ടുകളിലൂടെയും പ്രാർത്ഥനാ വാചകങ്ങളിലൂടെയൊക്കെയും പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണ്. എന്താ? നമ്മളിപ്പോൾ പാടുകയും പറയുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. ഉണരുക എന്ന ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആത്മാവിൽ നിയോഗം ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഒരു ഉണർവ് അത്യാവശ്യമാണ്. നമ്മുടെ ആത്മീകമായ മന്ദതയിൽ നിന്ന് നാം ഒന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം. ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യർ 5:14, റോമർ 13:11. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. മതി. ഈ രണ്ട് വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിച്ചു. കർത്താവ് അനുവദിച്ചാൽ ഈ ഒരു വിഷയത്തിൽ നിന്നായിരിക്കും തുടർച്ചയായി നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുമ്പാകെ ആയിരിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഉറങ്ങുന്നവനെ, അല്ലേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. നാം ഇന്ന് പകൽക്കാലം ആദ്യ പടി, നമ്മുടെ ആത്മജീവിതത്തിൻ്റെ ജയത്തിൻ്റെ ആദ്യത്തെ പടി ദൈവശബ്ദത്തോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെ വളരെ നന്നായി അറിയാം. ദൈവത്തിന് നമ്മെ വളരെ നന്നായി അറിയാം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകൾക്കോ പാസ്റ്ററായി എനിക്കോ നിങ്ങളെ പൂർണ്ണമായി അറിയില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മിക നിലവാരം പൂർണ്ണമായി അറിയാവുന്നയാൾ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതെന്താണ് അടുത്തിരിക്കുന്നവർക്ക് അറിയാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നീട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തിരിക്കുന്നവർക്ക് അത് പൂർണ്ണമായും മനസ്സിലാകാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, യോഗത്തിന് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. ആളുകൾ വിചാരിക്കും നിങ്ങൾ വളരെ ആത്മീകമായി ഉണർന്നിരിക്കുന്നവരാണ്, ആത്മീകമായി നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് ആളുകൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങൾ നല്ല ഉണർവിലായിരിക്കാം. പക്ഷേ മറുവശത്ത് അതിൻ്റെ മറ്റൊരു അപകടമുണ്ട്.
ചില ആളുകൾ പാടുന്നു, കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിലും അവരുടെ അകത്ത് അവരുടെ ആത്മാവ് ഒരു വലിയ ഉറക്കത്തിലാണ്. അവരുടെ ആത്മമണ്ഡലം ഉറങ്ങുകയാണ്. അപ്പോൾ പാസ്റ്റർ കൈയടിച്ചതോ പ്രാർത്ഥിച്ചതോ അല്ലേ, അകത്തുറക്കമുണ്ടെങ്കിലും കൂടിരിക്കുന്നവരോ സഭയിലെ പാസ്റ്ററോ അടുത്തിരിക്കുന്നവരാരും എൻ്റെ ആത്മിക ക്ഷീണം അറിയാൻ പാടില്ല. ഞാൻ ആത്മികമായി ഉറങ്ങുകയാണ്, എൻ്റെ അകത്ത് ഒത്തിരി ശൂന്യതയുണ്ടെന്ന് ആരും അറിയാതിരിക്കാൻ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ ഉണർവിലാണ്, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ആത്മികമായി കരുത്തോടെ നിൽക്കുന്നു എന്ന് വരുത്തേണ്ടതിന് പലപ്പോഴും ആളുകൾ അങ്ങനെ പെരുമാറാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ നമ്മുടെ ആത്മീക നിലവാരം അറിയുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ തുറന്ന ഹൃദയത്തോടെ നമുക്കായിരിക്കാം. തുറന്ന ഹൃദയത്തോടെ, കർത്താവേ, ഇന്ന് അങ്ങ് എന്നോട് എന്ത് സംസാരിച്ചാലും ഞാനത് കേൾക്കും, ഞാനത് ഏറ്റെടുക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അങ്ങ് വിവേചിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം തിരുവചനത്തിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുവാൻ തക്കവണ്ണം തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ, ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ വിവേചിക്കുന്ന വചനമാണ്. സ്തോത്രം. അതുകൊണ്ട് തുറന്ന മനസ്സോടെ, ദൈവമേ, അങ്ങയുടെ വചനം ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് ഇടപെടണമേ. എൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തണമേ. ഞാൻ ഉറങ്ങുന്ന എൻ്റെ അനുഭവത്തെക്കുറിച്ച് അങ്ങ് ഇടപെടുകയാണെങ്കിൽ, എൻ്റെ ആത്മിക നിലവാരത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ആ വചനത്തിന് മുമ്പാകെ എന്നെ സമർപ്പിച്ച് ഇന്ന് പകൽ എനിക്കൊരു ആത്മജയം വേണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനോഭാവത്തോടെ ആര് ദൈവസന്നിധിയിലിരിക്കും അവരോട് കർത്താവ് ഇടപെടുകയും അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുകയാ, ഉറങ്ങുന്നവനെ. ആ വിളി കേട്ടിട്ട് കർത്താവേ, യെസ്, ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ, എൻ്റെ ആത്മമണ്ഡലത്തിൽ ഉറക്കമുണ്ടെങ്കിൽ, ഞാൻ ആത്മികമായി മന്ദതയിലാണെങ്കിൽ, അതേ കർത്താവേ എന്നൊരു വിളി കേൾക്കാൻ, ഒന്ന് സമ്മതിക്കാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാകും? അവരെയാ ദൈവം ജീവിപ്പിക്കാൻ പോകുന്നത്, അവരെയാ ദൈവം ഉണർത്താൻ പോകുന്നത്, അവരെയാ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, തങ്ങളുടെ മന്ദതകളെ, തങ്ങളുടെ ആത്മിക ക്ഷീണത്തെ മറച്ചു വെച്ച് അഭിനയിക്കുന്നവരെ അല്ല, പകരം കർത്താവേ, എനിക്ക് ആത്മികമായി ക്ഷീണമുണ്ട്, ഞാൻ ആത്മികമായി മന്ദതയിലാണ്, എനിക്കൊരു ഉണർവ് ആവശ്യമാണ്, എന്നെ ഒന്ന് ഉണർത്തണമെന്ന് പറഞ്ഞ് ആരടുത്തു ചെല്ലുമോ അവരെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത്, നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത് എന്താണ്? ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ. സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന കാര്യം ഞാനും നിങ്ങളും അറിയണം. ആമേൻ. ദൂത് പിടി കിട്ടിയോ? എനിക്ക് ഉണരാനുള്ള സമയം വന്നു എന്ന് സമ്മതിക്കുന്നവരെ ദൈവം ഉണർത്തുന്നത്. അല്ലാതെ ചിലര് കുറച്ചുകൂടി ഇങ്ങനെ പോകട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, അടുത്ത മാസമാകട്ടെ, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണരാം, ഇപ്പോഴതിന് സമയമായില്ല, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ സമയമല്ലേ ആയുള്ളൂ, അല്ലെ, ഇനിയും വൈകിട്ട് മീറ്റിംഗ് ഉണ്ടല്ലോ, നാളെയും ഉണ്ടല്ലോ, പിന്നെ ഉണരാം. സ്തോത്രം. സ്തോത്രം. അങ്ങനെ ചിന്തിക്കുന്നവരെ അല്ല, ഞാൻ ഉണരേണ്ട നാഴിക ഇതാണ്.
സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ സെഷനിലാണ് ഞാൻ ദൈവസന്നിധിയിൽ ഉണരേണ്ടത്. സ്തോത്രം. എൻ്റെ മേലൊരു ആത്മസാന്നിധ്യം വ്യാപരിക്കേണ്ടത് ഈ പ്രാർത്ഥനയുടെ ഈ പ്രാരംഭ സമയത്ത്. അവൻ അടുത്ത മണിക്കൂറിലല്ല, അടുത്ത സെഷനിലല്ല, അടുത്ത ദിവസമല്ല കർത്താവേ, ഇന്ന് പകലാണ് എൻ്റെ അകത്തൊരു ആത്മസാന്നിധ്യം ഉണ്ടാകേണ്ടത്. ഇന്ന് പകലാണ് ഞാനൊന്ന് ഉണരേണ്ടതെന്ന് ഇന്ന് പകൽ തീരുമാനിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരില്ല ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. എത്ര പേര് ഇന്ന് പകൽ സമ്മതിക്കുന്നുണ്ട്, കർത്താവേ ഇന്ന് രാവിലെയാ എന്നെ വിടുവിക്കേണ്ടത്, ഇന്ന് പകലാ, ഈ സമയമാ, അടുത്ത ദിവസം അല്ലെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? എത്ര പേര് പറയും കർത്താവേ? എത്ര പേർക്ക് അറിയാം? എത്ര പേര് സമ്മതിക്കുന്നു? അതോ ആരെങ്കിലും ഇനി ഒരു ദൈവദാസൻ വന്നിട്ടുണരാണെന്നാണോ? ആണോ? അല്ല. ഇന്ന് ഈ രാവിലത്തെ സെഷനിൽ എനിക്കൊരു വിടുതൽ വേണം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ എനിക്കൊന്ന് ഉണരണം. ഈ നാഴിക എനിക്കറിയാം, ഇതെന്റെ വിടുതലിന്റെ നാഴികയാണ്. ഇതെന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ഇതെനിക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരുന്ന സമയമാണ്. ഇന്നെനിക്കൊരു വിടുതൽ വേണം. വചനം വിവേചിച്ച് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്ര. ഇന്ന് പകൽ ആരാ വിടുതൽ പ്രാപിക്കുന്നത്? ആമൻ മാറ്റി 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 വെക്കുന്നവരല്ല. നാളെ ആകട്ടെ, നാളെ ആകട്ടെ എന്ന് പറയുന്നവരല്ല. ആമൻ നാളെ ഉണരാമെന്ന് പറയുന്നവരല്ല. നാളെ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കുന്നവരല്ല. ഇന്ന് കർത്താവേ, ഈ വചനം ഞാൻ കേൾക്കുന്ന സമയം എൻ്റെ അകത്തൊരു ശക്തി വ്യാപരിക്കട്ടെ, എൻ്റെ അകത്തൊരു ഉണർവ് വ്യാപരിക്കട്ടെ. എത്ര പേരെന്ന പകൽ എന്റെ കൂടെ ഉണ്ട്? വിശ്വസിക്കുന്നവര് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിക്കോ. ആമൻ ഈ മീറ്റിംഗിന്റെ പ്രാരംഭ സമയം, ഈ വചന ശുശ്രൂഷയുടെ പ്രാരംഭ സമയം ചിലരുടെ അകത്ത് ആമൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആമൻ സ്വതന്ത്രം നിന്നെ ഉറക്കിക്കളയുന്ന നിന്റെ ആത്മീക ആമൻ അനുഭവങ്ങളെ ആമൻ മന്ദീഭവിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളും ഈ രാവിലെ തകർക്കപ്പെടുകയാ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ വ്യാപാരം വെളിപ്പെടുകയാണ്. Glory to Jesus. ഞാനീ പറഞ്ഞത്, ഈ പുറമേ നിന്ന് ആളുകൾക്ക് നോക്കിയാൽ ആളുകൾ ഉറങ്ങുകയാണെന്ന്, ആത്മീകമായി മന്ദീഭവിച്ച അവസ്ഥയിലാണെന്ന് തോന്നത്തില്ല. സ്തോത്രം. കാരണം സഭയ്ക്ക് വളരെ ഗംഭീരമായ പ്രവർത്തന പരിപാടികൾ എപ്പോഴും ഉണ്ട്, അല്ലേ? ആരാധന നടക്കുന്നുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആളുകൾ ആരാധിക്കുന്നു, ഭയങ്കര ശബ്ദമുണ്ട്, ബഹളമുണ്ട്. ഇതിന് നടുവിൽ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കും തോന്നില്ല ഇവരുറങ്ങുകയാണ്. സ്തോത്രം, സ്തോത്രം. പക്ഷേ ഇവിടെ ദൂത് വിളിച്ചു പറയുന്നത് ആരാന്നറിയാമോ? ഉറങ്ങുന്നവനെ എന്ന് വിളിക്കുന്നത് ആരാ? നാട്ടുകാരല്ല കേട്ടോ. നാട്ടുകാർക്ക് അറിയില്ല. നിന്റെ വീട്ടിൽ കയ്യടിയും പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് അവർ വിചാരിക്കുന്നത് നീ അല്ലെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയുമാണെന്ന്. ദൂത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ നിന്റെ അകത്ത് ചൂട് പോയെന്ന്, നിന്റെ അകത്ത് ആത്മശക്തി കുറഞ്ഞെന്നും, ആമേൻ സ്തോത്രം, നീ പഴയ ആത്മീയ അനുഭവത്തിൽ അല്ലെന്നും, നിന്റെ മേലുള്ള ആത്മീയ അധികാരത്തിൽ ആമേൻ കുറവ് വന്നെന്ന്, നീ ക്ഷീണിച്ചിരിക്കുകയാണെന്ന്, ജീവനുള്ളവനെന്ന് പേര് മാത്രമേ ഉള്ളൂ, ആമേൻ നീ മരിച്ചവനാണെന്ന് അറിയാവുന്ന ഒരുവനുണ്ട്. ആമേൻ അവനാണ് നമ്മുടെ കർത്താവ്. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാകയാൽ അവൻ ഇന്ന് പകൽ ജനത്തെ നോക്കുമ്പോൾ വ്യക്തികളെ നോക്കുമ്പോ അവൻ അവിടെ നിന്ന് നോക്കിയിട്ട് പറയുക, ഉറങ്ങുന്നവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമാ നമ്മളെ നോക്കുമ്പോഴാ ദൈവത്തിനറിയാം നമ്മൾ ഉറങ്ങുകയാണോ. അപ്പൊ ദൈവത്തിന് പിന്നെ ആളുകളെ സോപ്പിടേണ്ട കാര്യമൊന്നും ഉണ്ടോ? ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ പാസ്റ്റർമാർക്കായിരിക്കും ആവശ്യം. എന്താ ചെയ്യണം? ആളുകളോട് അങ്ങനെ ഒന്നും കയറി പറയാൻ പറ്റില്ല. പക്ഷെ ദൈവം പറയും, ഉറങ്ങുന്നവനോട് പറയും. എന്താ പറയും? ദൈവം തൻ്റെ ദാസനിലൂടെ എഫേസ്യയിലെ സഭയോട് പറയും, എഫെസോസിലെ സഭയോട് പറയുക, നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നവരെ, ഉറങ്ങുന്നവരെ, ഉറങ്ങുന്നവരെ,
വിളി കേട്ട് പറയണം, കർത്താവേ ഞാനത് കേട്ടു, എന്നോടാണ് ഇന്ന് പകൽ ആത്മാവ് സംസാരിച്ചത്, എന്നോടാണ് ആത്മാവ് ഇടപെട്ടത്. കർത്താവിന്റെ നിലവിളിയാ. കർത്താവ് അല്ലേ പെയിൻഫുൾ ആയിട്ട് പറയുക, ഉറങ്ങുന്നവരെ കർത്താവിന് ഇഷ്ടമല്ല നമ്മൾ ഉറങ്ങാൻ. നമ്മൾ ശക്തിയുള്ളവരായിരിക്കണം. കർത്താവ് വിളിക്കുകയാ ഉറങ്ങുന്നവനെ. എന്ത് ചെയ്യുക? ഉണർന്ന് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാം. പദം ശ്രദ്ധിച്ചോ. നീ ഉറങ്ങുമ്പോ നീ ആരുടെ ഇടയിലാകും? പ്രൈസ് ദി ലോർഡ്. നീ ഉറങ്ങിത്തുടങ്ങുമ്പോൾ നിന്റെ സ്ഥാനം മാറും. പിടികിട്ടുന്നുണ്ടോ? നീ ഉറങ്ങുമ്പോൾ നിന്റെ സ്ഥാനം മാറി. സ്തോത്രം. ജീവനുള്ളവനായിരിക്കേണ്ടവനാ, പക്ഷെ നീ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ നീ മരിച്ചവരുടെ ഇടയിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് മടങ്ങി വരുമോ? മരിച്ചവരുടെ ഇടയിൽ കിടക്കുക. നിങ്ങളത് സങ്കല്പിച്ച് നോക്കിക്കേ. ഇങ്ങനെ മരിച്ച ആളുകൾ ഇങ്ങനെ അല്ലെ മൃതശരീരം കിടക്കുക, അതിൻ്റെ കൂടെ പോയി കിടക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുമോ? ഇല്ല. അകത്തൊരല്പം ശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ അതിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ എഴുന്നേൽക്കാൻ ആഗ്രഹമുള്ള ചിലർ എഴുന്നേൽക്കണം. ഇല്ല. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ശ്വാസം കേൾക്കാനുള്ള ഈ ചെവി, എൻ്റെ ചെവി കേൾക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇനി മരിച്ചവരുടെ ഇടയിൽ കിടക്കില്ല, ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള പ്രാർത്ഥനയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ കൊണ്ട് ചില പദ്ധതികളുണ്ട്. മരിച്ചവരുടെ ഇടയിൽ കിടക്കാനല്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ജീവനുള്ളവനായി ഒന്ന് എഴുന്നേൽക്കാനാ ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് പ്രവാചകനായ യെസക്കേലിനെ ആമേൻ അസ്ഥി താഴ്വരയോട്ട് പറഞ്ഞു വിട്ടിട്ട് അവനല്ലേ ബന്ധം വിട്ടു കിടന്ന ചിതറിക്കിടന്ന ആ അസ്ഥികളെ എഴുന്നേൽപ്പിച്ചതുപോലെ, ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ളവൻ വിളിച്ചു പറയുകയാ. എത്ര പേരെ ഏറ്റെടുക്കുക? നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. എന്താ ഈ ആത്മിക ഉറക്കമെന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ വായിച്ച വാക്യം റോമാലേഖനം 13:11 എന്താ വായിച്ചത്? ആ എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ ആമേൻ അറികയാൽ തന്നെ. അപ്പൊ നോക്കണേ, മരിച്ചവരുടെ അവൻ എഴുന്നേൽക്കണം എന്നുള്ള സമയത്തെ നിങ്ങൾ അറിയൽ തന്നെ. അപ്പൊ ശരിക്കും ആത്മികമായ ഉറക്കമെന്ന് പറഞ്ഞാൽ എനിക്ക് എഴുന്നേൽക്കാനുള്ള സമയത്തെ തിരിച്ചറിയാതിരിക്കുന്നതാ. ഉറങ്ങിക്കഴിഞ്ഞാൽ സമയം അറിയാവോ? രാവിലെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചാ കിടന്നത്, അങ്ങ് ഉറങ്ങിപ്പോയി. കാര്യം എന്താ? ഈ ഉറക്കത്തിൽ സമയം നമ്മളെ ബാധിക്കുന്നില്ല, നമുക്ക് സമയം അറിയത്തില്ല. 8 മണിയായോ 9 മണിയായോ ഒന്നും അറിയാൻ വയ്യ. നല്ല ഉറക്കമായിപ്പോയി. എന്തു ചെയ്യും? 12 മണിക്ക് എഴുന്നേറ്റിട്ട് അല്ലേ ചോദിക്കും, ഇത്രയും സമയം ആയോ എന്ന് ചോദിക്കും. കാരണം എന്താ പറ്റിയേ? സമയത്തെക്കുറിച്ചൊരു ബോധ്യവും ഇല്ല. അപ്പോൾ നല്ല ഉറക്കമായാൽ ടൈമിനെ കുറിച്ചൊരു ധാരണയും ഇല്ല. ഇന്ന് പകൽ ദൈവമെല്ലാം അവിടുത്തെ സമയവും പദ്ധതിയും അനുസരിച്ചാണ് ചെയ്യുന്നത്. ചിലവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോരുത്തരും വിടുവിക്കപ്പെടാൻ ദൈവത്തിനൊരു ടൈമുണ്ട്. ചില വഴി തുറക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. നന്മ വെളിപ്പെടുത്താൻ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം ദൈവത്തിൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നവനാ. ആമൻ. പക്ഷെ നീ ഉറങ്ങിയാൽ നിനക്ക് ആ സമയത്തെക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് നിന്റെ വിടുതലിൻ്റെ സമയം നീ അറിയാതെ പോകും. മനസ്സിലാകുന്നവര് ആമേൻ പറഞ്ഞാട്ടെ. നിനക്ക് വേണ്ടി നന്മ ഒരുങ്ങി വെച്ചിരിക്കുന്ന സമയം നീ അറിയാതെ പോകുക. നിന്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ അറിയാതെ പോകുക. ആമനക്ക് ഉറങ്ങുന്നതിൻ്റെ പ്രശ്നം കണ്ടോ? ആമൻ വിടുതലിൻ്റെ ടൈമിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല.
ഉറക്കം എത്ര അപകടമാണ്, എത്ര അപകടമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉണർന്നിരിക്കുകയായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഉണർന്നിരിക്കുകയായിരുന്നെങ്കിൽ എത്രയോ മുന്നേ ചില വിടുതലുകൾ സംഭവിച്ചേനെ. സ്തോത്രം, സ്തോത്രം. ചില വിടുതലുമായി ദൈവം അടുത്ത് വന്നത് നമ്മൾ അറിഞ്ഞില്ല, അല്ലേ? ചില അനുഗ്രഹത്തിൻ്റെ വഴികൾ നമ്മൾ അറിഞ്ഞില്ല, ചില സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ചില നന്മയുടെ വഴി നമ്മൾ മറന്നുപോയി, നമ്മൾ ഗ്രഹിച്ചില്ല, കാരണം നാം ഉറങ്ങിപ്പോയി. സ്തോത്രം. അപ്പം ഉറക്കമെന്ന് പറയുന്നത് സമയത്തെ എന്തു ചെയ്യും? അജ്ഞാതമാക്കും. അപ്പം അതുകൊണ്ട് ഉണർന്നിരിക്കണം. തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിക്കാം. 5:6. 1 തെസ്സലോനിക്കർ. നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. നോക്കണേ, ഉറക്കമെന്ന് പറയുന്നത് സുബോധം നഷ്ടപ്പെടുത്തുന്നതാ. ആമേൻ, ആമേൻ. ഉറക്കത്തിൽ വല്ല ബോധമുണ്ടോ? ഉറക്കത്തിനകത്ത് എന്തെല്ലാം ചെയ്യും, അല്ലേ? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും. ഉറക്കത്തിൽ കിടന്ന് അതും ഇതുമൊക്കെ സംസാരിക്കത്തില്ലേ? കരയും, ചിരിക്കും, അല്ലേ? സ്വപ്നമൊക്കെ കണ്ടിട്ട്, അല്ലയോ റിയ? നീ കരയാറുണ്ടോ, ചിരിക്കാറുണ്ടോ? ഇതെല്ലാം ചെയ്യും ഉറക്കത്തിൽ കിടന്നേ. പിന്നെ തല്ലുകൂടുന്നത് വല്ലോ സ്വപ്നം കണ്ടാൽ തീർന്നു. അടുത്തിരിക്കുന്നവർക്ക് നല്ല ചവിട്ടും കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കം സുബോധം നഷ്ടപ്പെടുത്തുന്നതാ. വല്ലതും പിടി കിട്ടിയോ? ആത്മീയ ഉറക്കമുള്ള ആയതുകൊണ്ടാണ് ചിലർ ഈ ബോധമില്ലാതെ ഓരോന്ന് പ്രവർത്തിക്കുന്നത്. പറയണ്ടാത്തത് പറയും, ചെയ്യണ്ടാത്തത് ചെയ്യും, അല്ലേ? പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിക്കും. വല്ലതും പിടി കിട്ടിയോ? ഇത് ചെയ്യുമ്പോഴേ ഓർത്തോണം, ഇത് പറയുമ്പോഴേ ഓർത്തോണം, ഇതെല്ലാം കാണുമ്പോഴേ ഓർത്തോണം. ആളുറക്കത്തിലാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമൻ ആത്മാവിലൊന്ന് ഉണർന്നോ? ഇല്ലെങ്കിൽ ആമൻ സുബോധം നഷ്ടപ്പെട്ടു പോയാൽ ആമൻ നാം എന്തു പ്രവർത്തിക്കും? മറ്റുള്ളവരുടെ മുമ്പാകെ പരിഹാസപാത്രമായി, മറ്റുള്ളവരുടെ മുമ്പാകെ അപമാനമായി ഞാനും നിങ്ങളും പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ആത്മീകമായി ഉണരേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നോക്കണേ, ഉറക്കത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ആത്മീകമായി ഉറങ്ങിയാൽ പേര് മാത്രമേ കാണൂ, ജീവൻ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര അപകടകരമായ ഒരു പ്രതിസന്ധിയാ! പേരു മാത്രം, ജീവനില്ല. സ്തോത്രം. ഈ പേര് മാത്രമേ ഉള്ളൂ, ജീവനില്ലെങ്കിൽ എന്താ പ്രശ്നം? എന്താ? സ്തോത്രം. ജീവനുള്ളവനെന്ന പേര്, പക്ഷെ ജീവനില്ലെങ്കിലോ? സ്തോത്രം. ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. ജീവനുള്ളതിൻ്റെ പ്രത്യേകതയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലേ? പ്രവർത്തിക്കത്തില്ല. നമുക്കറിയാം, ഈ ശരിക്കും അപകടം പറ്റുമ്പോൾ ബ്രെയിനൊക്കെ ശരിക്കും അപകടം പറ്റിക്കഴിഞ്ഞാൽ, ഇഞ്ചുറി ഉണ്ടായി ചില ആൾക്കാർ എന്ത് ചെയ്യും? കിടപ്പിലിങ്ങനെ കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റില്ല. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ സീരിയസ് ആയിട്ട് അവസാനം എന്ത് ചെയ്യും?
ഇല്ലേ? കാശുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാളും കൂടെ കടത്താനുള്ള വെന്റിലേറ്റർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രയോജനവും ഇല്ല. ഇതാണ് അവസ്ഥ. പേര് ജീവനുണ്ട്, ഒന്ന് എഴുന്നേക്കത്തില്ല, ഒന്ന് കൈപൊക്കത്തില്ല, അല്ലേ? ചുണ്ടൊന്നും അനക്കത്തില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഉറങ്ങിയാലുള്ള അവസ്ഥ എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം. ആ കൈയൊന്നും അനങ്ങത്തില്ല കേട്ടോ. ഒരു സ്തോത്രം പറയത്തില്ല. സ്തോത്രം. നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ, ദൈവസഭയ്ക്ക് പ്രയോജനമില്ലാതെ, കുടുംബത്തിന് പ്രയോജനമില്ലാതെ, അവൻ ആർക്കും പ്രയോജനമില്ലാതെ നീ ഇരിക്കുകയാ. പേര് ജീവനുണ്ടെന്ന് മാത്രം, ഒരു പ്രയോജനവുമില്ല. ആമേൻ, ഹല്ലേലൂയ. എന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര തകർക്കപ്പെട്ട അവസ്ഥയാ. അവൻ ജീവനുള്ള പേരുണ്ട്, ഒരു പ്രയോജനവും ദൈവത്തിനില്ലാതെ, ഒരു പ്രയോജനവും ആർക്കുമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. അത് എത്ര മോശപ്പെട്ട ഒരു ജീവിതമാ. ഇന്ന് പകൽക്കാലം മടങ്ങി വരാ. എന്റെ കർത്താവേ, എന്നെ കൊണ്ട് അങ്ങനെ രാജ്യത്തിന് പ്രയോജനമുണ്ടാകണം, എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിന് പ്രയോജനമുണ്ടാകണം, എന്നെ കൊണ്ട് എന്റെ സഭയ്ക്ക് ഒരു പ്രയോജനമുണ്ടാകണം. പേര് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വിശ്വാസിയായിട്ടല്ല. ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിൽ മരിച്ചവരെ പോലെ ഇരിക്കാനല്ല, എന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണം. പിശാചിനെ ഉറക്കുന്നതിന് പിന്നില്, അവനെ ഉറങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നില് അവൻ കാര്യം നിനക്ക് മനസ്സിലായോ? നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകരുത്. പക്ഷെ ദൈവം നിന്നെ ആക്കി വെച്ചത് ഒരു മാനപാത്രമായിരിക്കാനാ, അനേകർക്ക് പ്രയോജനകരമായിരിക്കാം, അനേക കുടുംബങ്ങൾക്ക് പ്രയോജനമായിരിക്കാം. നിന്റെ പ്രാർത്ഥന അനേകർക്ക് പ്രയോജനമാകണം. ആമേൻ. നിന്റെ സന്ദർശനം ആളുകൾക്ക് അനുഗ്രഹമാകണം. നിന്റെ വാക്കുകൾ അനേകർക്ക് അനുഗ്രഹമാകണം. നിന്റെ പ്രസൻസ് അനേകർക്ക് വിടുതലാകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് പറയാം, കർത്താവേ സ്തോത്രം, ഈ പ്രയോജനമില്ലാതിരിക്കാൻ എനിക്കാവില്ല. സ്തോത്രം, സ്തോത്രം. ഫലം കായ്ക്കാത്ത അത്തിയെ നോക്കി പറഞ്ഞ എന്താ? അത് നിലം എന്ത് ചെയ്യുന്നു? മിനക്കെടുത്തുന്നു, അല്ലേ? ആ സ്ഥലം അത്രയും വെറുതെ കിടക്കുക, അതുകൊണ്ട് വെട്ടിക്കളയാമെന്നാണ് പറയുന്നത്. സ്തോത്രമില്ലേ? ആമേൻ. ജീവനില്ലെങ്കിൽ പ്രയോജനമില്ല. ആലയത്തിൽ എണ്ണത്തിൽ ആളുള്ളത് കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഉള്ളത് ജീവനുള്ളതാകണം. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്താട്ടെ. 10 പേരെ ഉള്ളോ, 10 ജീവനുള്ളതാണെങ്കിൽ, 10 ജീവനുള്ളതാണെങ്കിൽ, ആത്മജീവൻ പ്രാപിച്ചവരാണെങ്കിൽ, ആത്മകൃപ പ്രാപിച്ചവരാണെങ്കിൽ, ജ്വലിച്ചു പ്രകാശിക്കുന്നവരാണെങ്കിൽ, ആത്മാവിന്റെ കാര്യത്തുള്ളവരാണെങ്കിൽ, ഓ അതെന്ത് ശക്തിയോ! എന്നെ നോക്കിക്കേ. ഫിലദൽഫിയയിലെ സഭയിലെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും അരുളി ചെയ്യുന്നത് എന്താണ്? നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമേ കുറച്ചുപേരേ ഉള്ളൂ, ചുരുക്കമാ. പക്ഷേ അവരെല്ലാം കരുത്തന്മാരാ. പിടികിട്ടിയോ? അവരൊക്കെ ശക്തരാ. അല്പമേ ശക്തിയുള്ളൂ, പക്ഷെ ഉള്ള ശക്തി വെച്ച് ദൈവവചനം അവർ കാത്തു. ആമേ. ചക്രവർത്തി ആരാധന നിലനിൽക്കുന്ന ആ ദേശത്ത് ജീവനുള്ള കർത്താവ് യേശു മാത്രമാണെന്ന് ഉറക്കെ പറയാൻ അവർക്ക് മടിയില്ല. ആമേൻ. സ്തോത്രം. അവർക്ക് ആരാധിക്കാൻ മടിയില്ല, പ്രാർത്ഥിക്കാൻ മടിയില്ല, സ്തോത്രം ചെയ്യാൻ മടിയില്ല, സാക്ഷിക്കാൻ മടിയില്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ മടിയില്ല. കല്ലട സഭയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആള് ചുരുക്കമാണെങ്കിൽ ആമേൻ, നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കുക. ആമേൻ. നിങ്ങൾ മനസ്സോടെ നിൽക്കുന്നവരാകണം, ഒരു മടിയുമില്ലാതെ ഈ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാകണം, ആത്മീയ അനുഗ്രഹമുള്ളവരാകണം, കർത്താവിന് പ്രയോജനമുള്ളവരാകണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. യെസ്, വചനം പിടികിട്ടിയോ? സ്തോത്രം, സ്തോത്രം. അപ്പൊ അതുകൊണ്ട്
ഞാനും നിങ്ങളും ആത്മികമായി ഉണരണം, എങ്കിലേ നമ്മൾ പ്രയോജനമുള്ളവരാവും. വിജാതിൻ്റെ ആഗ്രഹം ഇവനെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകരുത്. 50 വർഷം കഴിഞ്ഞാലും ആ സഹോദരിയെ കൊണ്ട് ദൈവരാജ്യത്തിന് ഒരു പ്രയോജനം ഉണ്ടാകരുത്. സ്തോത്രം. ദൈവം പറയുക, നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാകണം. ആമേൻ. സ്തോത്രം. അതിനാ നിന്നെ ഒന്ന് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ഉറങ്ങിപ്പോയാൽ പ്രയോജനമില്ല. നല്ല കരുത്തുള്ള ആളായിരുന്നു, നല്ല ആരോഗ്യമുള്ള ആളൊക്കെയാ, പക്ഷേ ഉറങ്ങുകയാണെങ്കിൽ അതുകൊണ്ടാ. സ്തോത്രം. എന്നാലൊന്ന് ഉണർന്നാലോ, അതതിൻ്റെ ഫലം ചെയ്യും. സ്തോത്രം. ഈ ഉറങ്ങുമ്പോൾ ഉള്ള അപകടങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. ഒന്ന്, ഈ ഉറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുറമേ നിന്ന് എന്ത് വിളിച്ചാലും ഇവർ കേൾക്കുകയില്ല, ഇല്ലയോ? നല്ല ഉറക്കത്തിലാണെങ്കിൽ ആ രീതി വിളിക്കണം. കുലുക്കിയൊക്കെ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിക്കണം. എന്താ ശരിക്കും ഉറങ്ങിയാൽ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല, വചനം ഗ്രഹിക്കുകയില്ല. എത്ര പ്രസംഗമാണെങ്കിലും എത്ര ഭയങ്കര ദൂതാണെങ്കിലും ഈ കേൾവിയുടെ മണ്ഡലം അങ്ങ് അടയപ്പെടും. ദൂതുവെല്ലാം പിടി കിട്ടിയോ? ഉറങ്ങുമ്പോൾ പിന്നെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല. സ്തോത്രം. ഈ കേൾവിയല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്? വിശ്വാസം എങ്ങനെയാ വരുന്നത്? കേൾവിയാലല്ലേ, ക്രിസ്തുവിൻ്റെ വചനത്താലല്ലേ. കേൾവിയുടെ മണ്ഡലം അടഞ്ഞു പോയാലോ നമ്മളെ നിർത്തുന്നത് ദൈവശബ്ദമല്ലേ. ആമേൻ. ഇന്ന് പകൽ നീ ഉറങ്ങിയാൽ എങ്ങനെ ദൈവശബ്ദം കേൾക്കും? ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അവന്റെ ശബ്ദം കേട്ടല്ലേ. തിരുവെഴുത്ത് പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെന്ന. ഇന്ന് പകൽ ദൈവവൈതലേ, അവന്റെ ശബ്ദം കേൾക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ എങ്ങനെ നേരെ മുന്നോട്ട് പോകും? ജീസസ്, ജീസസ്, ജീസസ്. ഉറക്കത്തിൽ കാഴ്ച മറയും. ഇതുപോലെ തന്നെ വല്ലതും കാണാൻ പറ്റുമോ? കാണത്തില്ല. പുറമേ ഉള്ളതൊന്നും എത്ര വലിയ അനുഗ്രഹമാണെങ്കിലും കാണത്തില്ല. നന്മയെല്ലാം മുന്നിലുണ്ട്, അനുഗ്രഹം എല്ലാം മുന്നിലുണ്ടച്ചാ, വിടുതലെല്ലാം മുന്നിലുണ്ട്. പക്ഷേ എന്തോ ചെയ്തു? കാണുന്നില്ല. സ്തോത്രം. ഹാഗാറിൻ്റെ കൂട്ടാ അല്ലേ, നീരുറവിനരികെ തന്നെ നിന്നത്, അവിടെ തന്നെ ഉണ്ടെന്നേ. സ്തോത്രം. പക്ഷെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ യഹോവ അവളുടെ കണ്ണു തുറന്നത്. യഹോവ അവളുടെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവള് അവിടെ ഒരു നീരുറവ കണ്ടു. അനേക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ചില നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില വിടുതൽ കാണാൻ ആഗ്രഹിച്ച് കരയുന്നവരുണ്ട്, ചില നന്മയുടെയും വിടുതലിൻ്റെയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാളുകളായി അലയുന്നവരുണ്ട്. ആത്മാവ് പറയുക, നീ ഉറങ്ങുന്നത് കൊണ്ടാ. നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ, നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. നീ തേടി അലയണ്ട. നീ ആഗ്രഹിച്ചത് ഒരു വലിയ ഉറവയായി, ഒരു നന്മയായി കണ്ണിന് മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ, ആ കാഴ്ചപ്പാടിലേക്ക് നീ ഒന്ന് വരണമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഉറക്കം വിട്ട് ഉണരേണ്ട നാഴിക വരുന്നു, വന്നിരിക്കുകയോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാ. ഉറങ്ങിയപ്പോൾ ആത്മീയ കണ്ണ് അടഞ്ഞു കേട്ടോ. ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ആത്മാവിൽ ജാഗരിച്ച് ഇന്ന് പകൽ ദൈവം നിന്റെ കണ്ണ് തുറക്കട്ടെ. കാഴ്ചപ്പാടിലേക്ക് ഒന്ന് മടങ്ങിവോ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ എന്ന് ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ കാണാൻ, ചില വിടുതൽ കാണാൻ, ചില നന്മ കാണാൻ
ചിലരുടെ കണ്ണ് തുറക്കുന്ന പകലാകട്ടെ. ഒന്ന് പറ കർത്താവേ, എന്റെ കാഴ്ചപ്പാടൊന്ന് വർദ്ധിപ്പിക്കണമേ, എന്റെ കാഴ്ചപ്പാടൊന്ന് വർദ്ധിപ്പിക്കണമേ. ഞാനൊന്ന് കാണട്ടെ കർത്താവേ, ചില അത്ഭുതങ്ങൾ കാണട്ടെ, ചില അടയാളങ്ങൾ കാണട്ടെ, ചില നന്മകൾ ഞങ്ങളൊന്ന് കാണട്ടെ. സ്വത്രം സ്വത്രം സ്വത്രം. നോക്കിക്കേ, ഈ ആത്മീയ ഉറക്കമേ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തും. സ്വത്രം. ഉറക്കം എന്താ നഷ്ടപ്പെടുത്തും? അതെങ്ങനെയാ മാസ്റ്ററെ? നിങ്ങൾക്കറിയാം ശിംശോന്റെ കഥ, നിങ്ങൾക്കറിയാം അല്ലേ? ശിംശോൻ എന്താ ചെയ്തേ? വലിയ കരുത്തുള്ളവനാ, വലിയ ശക്തനാ. പക്ഷേ ദലീലയുടെ മടിയിൽ ചെന്ന് ഒന്ന് തല വെച്ച് ഉറങ്ങി. സ്തോത്രം സ്തോത്രം. ഉറങ്ങി ഉണർന്നപ്പോൾ അല്ലേ, നാസീർ വ്രതസ്ഥൻ്റെ മുടി അല്ലേ പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇതാണ് ഉറക്കം. എന്ത് ചെയ്തു? അവൻ്റെ കൃപ നഷ്ടപ്പെടുത്തി. എത്ര പേർക്ക് ദൂത് പിടികിട്ടി? ഇത് ഒരു ദിവസം കൊണ്ട് ഉറങ്ങിയതല്ല, ആദ്യത്തെ ദിവസം മുറിച്ചൊന്നുമില്ല. മുറിച്ചോ? ഈ ക്രമേണ ഉറങ്ങി 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 ആത്മീയ ചൂട് പോയി, അഭിഷേകം പോയി, കൃപ നഷ്ടമായി. അറിഞ്ഞില്ല കേട്ടോ, അറിഞ്ഞില്ല. ശക്തി ചോർന്നു പോയത് അറിഞ്ഞില്ല, ശക്തി കുറഞ്ഞത് അറിഞ്ഞില്ല. അവൻ തിരിച്ചറിഞ്ഞില്ല. അയ്യോ, എന്റെ ശക്തി പോയി, എന്റെ അഭിഷേകം എന്നെ വിട്ടുപോയി, പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോയി, ഞാൻ അറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ ആത്മീകമായി ഉറങ്ങാൻ തുടങ്ങിയ ഇന്ന് പകൽ പറ, കർത്താവേ ശിംശോന് മനസ്സിലായില്ല. അച്ഛാ, നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പിന്നെയും മുമ്പിലത്തെ പോലെ എഴുന്നേറ്റ് കുടയാൻ നോക്കി. അപ്പോഴാ മനസ്സിലായത് ആ ശക്തി ഇപ്പോൾ ഇല്ല, നഷ്ടപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ. ശിംശോൻ അത് അറിഞ്ഞില്ലെന്നാ. ഇവിടെ കിട്ടിയോ? ആള് വിചാരിച്ചു യഹോവ തൻ്റെ കൂടെ. ശക്തിയൊക്കെ ഇപ്പോഴും ഉണ്ട്, കൃപയൊന്നും പോയിട്ടില്ല പാസ്റ്ററെ, അഭിഷേകം ചോർന്നിട്ടില്ല. സ്തോത്രം സ്തോത്രം. സംശയമുണ്ട്, ഞാനിപ്പോൾ ഒന്ന് കുടഞ്ഞ് കാണിക്കാം. പക്ഷെ കുടഞ്ഞപ്പോൾ അവന് മനസ്സിലായി യഹോവ തൻ്റെ കൂടെ ഇല്ല. ഇതാണ് ഉറക്കത്തിൻ്റെ പ്രശ്നം. നമ്മൾ സ്ഥിരം ആത്മീയമായിട്ട് ക്ഷീണിച്ച് പ്രാർത്ഥനയില്ലാതെ, എന്താ ഉറക്കം എന്നുള്ളത്? ആത്മീയമായിട്ടുള്ള എരിവില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, വചനധ്യാനമില്ലാതെ, ഉപവാസമില്ലാതെ ഇങ്ങനെ ജീവിച്ച് പൊത്തുവരുത്ത ഒരു പരിപാടിയിൽ ജീവിച്ച് പോകുമ്പോൾ ഓരോ ദിവസവും ഈ ശക്തി കുറഞ്ഞു പോകും. സ്തോത്രം. കൈയടിക്കാനൊക്കെ നമുക്ക് നല്ലപോലെ പറ്റും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അന്യഭാഷയും പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ ആത്മശക്തി പോയി. എത്ര പേർക്കിന്ന് മനസ്സിലാകുന്നുണ്ട്? ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ നിനക്കത് ബോധ്യമാകത്തുള്ളൂ നീ പരാജയപ്പെടാൻ തുടങ്ങുന്നുവെന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യുടിയുടെ ബലത്തിൽ ശത്രു ഓടത്തില്ല, നിന്റെ അന്യഭാഷ കേട്ട് ശത്രു ഓടത്തില്ല. അഭിഷേകത്തിന്റെ ശക്തിയാലാണ് മുഖത്തിന്റെ അമ്മിക്കയറുകൾ പൊട്ടിമാറുന്നതെങ്കിൽ ഇന്ന് പകൽക്കാല അവൻ ആത്മാവിൽ ഞാൻ തൂത് വിളിച്ചു പറയുകയാ, ആത്മിക ഉറക്ക ദൈവശക്തിയെ ചോർത്തിക്കളഞ്ഞ് അവൻ ശത്രുവിന് മുമ്പാകെ പരാജയപ്പെട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് സഭയോട്, വ്യക്തികളോട് ദൂത് പറയുകയാ,
ഒന്ന് മടങ്ങി വന്ന് അഭിഷേകത്തിന്റെ എണ്ണ ഒന്ന് പുതുക്കട്ടെ. ഓ ശലവര വർച്ചരധികര ജഗരവര വര വര. എങ്ങനെയാ ഈ ഉറക്കം ഉണ്ടാകുന്നത്? അതാ ഞാൻ ഈ അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയില്ലാത്തതാ. എത്ര പേര് ഇന്ന് രാവിലെ ദൈവത്തിന് മുമ്പാകെ സമ്മതിക്കും, പാസ്റ്റർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചടങ്ങുണ്ട്, ഒരു കുഴപ്പമില്ല, കൃത്യമായി നടക്കുന്നുണ്ട്. അത് കൃത്യമായി നടക്കുമ്പോൾ ആളുകളൊക്കെ പറയും നല്ല ഉണർവാണെന്ന്. പക്ഷേ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് അറയിൽ കടന്ന് വാതിലടച്ചു പ്രാർത്ഥിക്കുന്ന ദൂത് ഏറ്റെടുക്കുന്നുണ്ടോ? സ്തോത്രം 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 സ്തോത്രം. രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ അടുക്കൽ ചെന്ന് നിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ കാര്യമാണ് ഞാൻ ഈ ദൂതായി പറയുന്നത്. വ്യക്തിപരമായി നിന്നെ അറിയുന്ന നിന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന, ഓ അറയിൽ കടന്ന് വാതിലടച്ച് ആത്മാവിന്റെ തൂത് പറയുകയാ, ചടങ്ങൊക്കെ ദൂരെ കള. യെസ്, Ruma Ramana Hattana Thie Lege Shamdare Acha Jagale. Yes, 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 yes. Chika Rababa Shamtara Rababa. ദൈവസഭ ജനം ചടങ്ങിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാ, പ്രാർത്ഥന ജീവിതത്തിലെ അലസതയാ നിന്റെ ശക്തി ചോർത്തി കളഞ്ഞത്. ഹോ ശബലതിയാദരജകനിയ, നിന്റെ കരുത്ത് നഷ്ടപ്പെടുത്തിയത്, നിന്നെ ആത്മീയമായി ഉറക്കത്തിലേക്ക് തള്ളിയിട്ടത്. ഇന്ന് പകൽ ആത്മാവ് പറയുക, ഒന്ന് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന, രഹസ്യം കാണുന്ന നിന്റെ പിതാവിന്റെ അടുക്കൽ ഒന്ന് ഈ ദിവസങ്ങളിൽ ഒന്നിരിക്കാമെങ്കിൽ അറ തുറന്ന് പുറത്തു വരുമ്പോ, അറയുടെ വാതിൽ തുറന്ന് നീ പുറത്തു വരുമ്പോ, ചില ദിവസങ്ങൾക്കപ്പുറം അറയുടെ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോ നീ പഴയ പോലെ വരത്തില്ല, പഴയ പോലെ ഉറങ്ങത്തില്ല. നിന്റെ ആത്മജീവിത കരുത്തുള്ളതായി മാറും, നീ ശക്തീകരിക്കപ്പെട്ടതായി മാറും. അവൻ കാലികനെ പോലെ ചിറകടിച്ച് പറക്കത്തകവണ്ണം ആത്മാവിന്റെ കാര്യത്വ വരും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതെന്നറിയാമോ? നമ്മുടെ ഈ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്തോടൊക്കെ ഒത്തിരി സ്നേഹം അങ്ങ് തോന്നി. ഭൗതികമായ കാര്യങ്ങളോട് മാത്രമായി സ്നേഹം, ലോകത്തോടായി. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും പറയുന്നത് തന്നെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങായി. അപ്പൻ്റെ അടുത്ത് ഇരിക്കണമെന്നോ, ദൂത് വല്ലപ്പിടി കിട്ടിയോ, അപ്പനുമായിട്ട് സംസാരിക്കണമെന്നോ, അപ്പൻ്റെ ശബ്ദം കേൾക്കണമെന്നോ, സ്തോത്രം, അവിടുത്തെ സ്നേഹം രുചിച്ചറിയണമെന്നൊന്നുമില്ല. സ്തോത്രം, സ്നേഹം കുറഞ്ഞു, ദൈവസ്നേഹം നഷ്ടമായി, പകരം ലോകസ്നേഹത്തിലേക്ക് അങ്ങ് പോയി. സ്തോത്രം സ്തോത്രം. യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം അല്ലേ
വായിച്ചേ. ഒരുത്തൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുത്തൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. കണ്ടോ? എന്തുകൊണ്ടാണ് ഉറങ്ങാൻ കാരണം? പിതാവിനോടുള്ള സ്നേഹം അങ്ങ് പോയി. ഇപ്പം എന്തായി? ലോകസ്നേഹം കയറി. ലോകസ്നേഹം കയറിയാൽ ഉറങ്ങും, ആത്മീകമായി ഉറങ്ങിപ്പോകും. എന്താ ഈ സഭയ്ക്ക് തീഷ്ണതയില്ലാത്തത്? നമ്മുടെ കാര്യം മാത്രമല്ല, മുഴു സഭയ്ക്കും ആ ചൂട് കുറഞ്ഞതെന്താ? ആത്മീയ മന്ദതയിലായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏതെങ്കിലും സഭയിൽ ചെന്ന് അവിടെ സഭ ഉറക്കമാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം അവിടുത്തെ ഡ്രമ്മടിയും കയ്യടിയും ഇപ്പോഴത്തെ സിസ്റ്റം വെച്ചുള്ള തകർപ്പൊക്കെ കാണുമ്പോൾ അവർ സമ്മതിക്കുമോ? ഇവിടെ ഒരു ഉറക്കവും ഇല്ല, ഫുള്ള് ഞങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞു, പുറമേ നോക്കിയാൽ മനസ്സിലാവില്ല, എല്ലാം ഉണർവാണെന്ന് തോന്നും. നമുക്ക് തന്നെ ഞാനിപ്പോൾ പറഞ്ഞെങ്കിലും നിങ്ങൾ ഉള്ളിൽ തട്ടി സമ്മതിച്ചാലേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്നോട് തിരിച്ചു പറയാം, പാസ്റ്റർ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചതാ, നിങ്ങൾ കൈയടിച്ചതാ, ആരാധിച്ചതാ. അപ്പം നിങ്ങൾ എന്നോട് ഹൃദയം തുറന്ന് സമ്മതിച്ചാൽ മാത്രം എനിക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനും പറയും ഓക്കെ സഹോദരി അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷെ ദൈവത്തിന് മാത്രമേ അറിയൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാവും? എനിക്കറിയില്ല. സ്തോത്രം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാനതിന് ആമേൻ പറയാനല്ലാതെ എനിക്കറിയില്ല. പക്ഷേ അറിയാവുന്ന ഒരുത്തൻ ഇവിടെ ഉണ്ട്. പത്രോസിനോട് ചോദിച്ചു, പത്രോസേ ഇവരിലധികമായി നീ എന്നെ? നമ്മളെപ്പോലൊക്കെ അവൻ ആദ്യം പറഞ്ഞു, എന്തുകൊണ്ട്? എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പ്രിയമുണ്ട്. രണ്ടാമതും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു എനിക്ക് നിന്നോട്. അവസാനം പറഞ്ഞു, കർത്താവേ എല്ലാം നിനക്ക്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും അറിയാം. അപ്പം എല്ലാം അറിയാവുന്നവൻ ഇവിടെ ഉണ്ട്. സ്തോത്രം. എന്താ ഉറങ്ങിയതിന് കാരണമെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ സ്നേഹമുണ്ടെ ആരാധന ഇങ്ങനാണോ? സ്നേഹം ഉണ്ടെങ്കിൽ ആരാധിക്കും. ഇങ്ങനെയാണോ ആരാധിക്കുന്നത്? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവന് വേണ്ടി എന്ത് ത്യാഗവും എന്തോ മാത്രം കൊടുത്താൽ പറ്റും. നിങ്ങളതല്ലേ ഈ സ്നേഹിക്കുന്ന പിള്ളേർ കണ്ടില്ലേ? സ്നേഹമുള്ളതുകൊണ്ടല്ലേ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വാർത്ത വായിച്ചു, കാമുകന് വേണ്ടി സമ്മാനം കൊടുക്കാൻ 1.5 ലക്ഷമോ എങ്ങാണ്ട് രൂപ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു ഒരു കൊച്ച്. കാമുകന് ജന്മദിനത്തിൽ സമ്മാനം കൊടുക്കാൻ അപ്പൻ്റെ 1.5 ലക്ഷം രൂപ ഏതോ വില കൂടി എന്തോ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി, കൃത്യം 1.5 ആണെന്ന് തോന്നുന്നു, 1.25 ലക്ഷം രൂപ, 7 ലക്ഷമാണ്. ലക്ഷം രൂപ എന്ത് ചെയ്തു? മോളെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. അപ്പൻ്റെ എന്തിനാ? ഗിഫ്റ്റ് കൊടുക്കാൻ. എന്നാ കാരണം? അവനോട് അത്രയ്ക്ക് സ്തോത്രം. അപ്പം സ്നേഹം തോന്നിയാൽ കൊടുക്കുന്നതിന് അളവില്ല. ആണോ? 3 സ്തോത്രം കൊണ്ട് നിർത്തുവോ അമ്മേ? ഒരു ഹല്ലേലൂയ കൊണ്ട് നിർത്തുവോ? നിർത്താൻ ഞാൻ പറഞ്ഞാൽ നിർത്തുകയല്ലോ. ഇത് മനസ്സിലായവർക്ക് മാത്രം ആമേൻ പറയാം. സ്തോത്രം. ഒരു പുരുഷൻ 1 കൊല്ലം മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടുന്ന പൈസ, അതുകൊണ്ട് അവള് ഒരു വിലയേറിയ സ്വച്ഛജടമാംസി തൈലം വാങ്ങി. അപ്പം ശ്രദ്ധിക്കണം, ഒരു പുരുഷൻ 1 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന പൈസ സ്ത്രീക്ക് കിട്ടുകയില്ല. അപ്പോ അവളത് എത്ര കൊല്ലത്തെ സമ്പാദ്യമാ? ശരിയാണോ? അത് മുഴുവനും കൊണ്ടുവന്ന് അല്ലേ കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിച്ച് അല്ലേ അവിടുത്തെ തലയിൽ ഒഴിക്കുന്നു, സുഗന്ധം പരക്കുന്നു, കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദം അല്ലേ കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. അയ്യോ എന്താ സ്നേഹം! കണ്ടവർക്ക് അസൂയായി. എന്തിനാ ഈ വെറും ചെലവെന്നൊക്കെ ചോദിച്ച് കളിയാക്കിയവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു, അവൾ എന്നെ വളരെ സ്നേഹിച്ചുവല്ലോ. ഇതാണ് സ്നേഹം തോന്നിയാൽ. ഇപ്പൊ പറ, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം. അല്ലേ? നമുക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായി മാറി. പ്രാർത്ഥിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായി, ആരാധിക്കുന്നത് ബുദ്ധിമുട്ടായി, എല്ലാം ബുദ്ധിമുട്ടാണ്. വലിയ പ്രയാസപ്പെട്ട നമ്മൾ ഓരോ കാര്യമൊക്കെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയല്ലേ? അതിന് കാരണം എത്രയേ ഉള്ളൂ? സ്നേഹം പോയി. അപ്പനോടുള്ള സ്നേഹം പോയി. പകരം ലോകസ്നേഹം വല്ലാതെ കയറി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
നമ്മൾ ഉറങ്ങിപ്പോയി. ഉറങ്ങാനുള്ള 2 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വേഗത്തിൽ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കണം. എന്താണ് പറഞ്ഞത്? 1, പ്രാർത്ഥന അവഗണിച്ചു. ചടങ്ങ് മാത്രമായി. അറയിൽ കയറുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. ആൾക്കാർ പറയും, മാസം ഞങ്ങളുടെ വീട്ടിൽ അറ ഇല്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. 2ാമത്തെ കാര്യം ലോകസ്നേഹം. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഈ സ്നേഹം കുറഞ്ഞുകൊണ്ട് എല്ലാം പാടാം നമുക്ക്. മറ്റേന്ന് പറഞ്ഞാൽ 2 മണി വരെ പോയാലും നമുക്കൊരു കുഴപ്പവും ഇല്ല, നമ്മളിരിക്കും. കാരണം ഇത് സ്നേഹമാണ്. നിങ്ങളറിയാമോ, യേശു കർത്താവിൻ്റെ അടുക്കൽ വചനം കേൾക്കാൻ വന്നു, അങ്ങ് ഇരുന്നു അല്ലേ? 3 ദിവസത്തോളം അവിടെ തന്നെ അങ്ങ് ഇരുന്നു. പിടികിട്ടിയോ? ആഹാരം പോലും കഴിച്ചില്ല. അവസാനം കർത്താവ് നിർത്തിയിട്ട് പറഞ്ഞു, അവർക്ക് വല്ലോ അതാ കേട്ടുകൊണ്ടിരിക്കും അവിടുത്തെ വായിലെ ലാവണ്യ വാക്കുകൾ. അതാ സ്നേഹം തോന്നുമ്പോൾ എല്ലാം എന്താണ്? അങ്ങനെയല്ലേ? വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ എന്തുവാ വാക്കുകളൊക്കെ? എന്നാ സ്നേഹമല്ലേ? സ്നേഹം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ സ്നേഹം കുറയുമ്പോൾ വാക്ക് പ്രശ്നമാണ്. ഒന്നിനകത്തും ഒരു സന്തോഷം ഇല്ല. സ്നേഹത്തിലേക്ക് വന്നേ. അതാണ് 3ാമത്തെ കാര്യം, വിട്ടുവീഴ്ച. പാപത്തോടുള്ള വിട്ടുവീഴ്ചയാണ്. നമ്മൾ ഉറങ്ങാനുള്ള കാരണം വളരെ സീരിയസ് ആയി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എന്നറിയാം, ആത്മീയ ഉറക്കം വന്നെന്നറിയാമോ? പാപത്തെ ഗൗരവമായി എടുക്കുന്നില്ല. ആമേൻ, ആമേൻ. പണ്ട് ഒരു ചെറിയ തെറ്റ് വന്നാലും അപ്പോൾ ഏറ്റു പറയുമായിരുന്നു. സ്തോത്രം. അപ്പോൾ ക്ഷമയോദിക്കുമായിരുന്നു. കർത്താവേ എന്നോട് ക്ഷമിക്കണേന്ന് പറയുമായിരുന്നു. അല്ലേ? സ്തോത്രം. പാപമെന്ന് ഗൗരവമായിരുന്നു. പക്ഷെ ഇന്ന് എന്നാ ചെയ്താലും നമ്മളതിൻ്റെ ഗൗരവം വിട്ടുകളഞ്ഞു. പാപത്തെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഗൗരവമായി എടുക്കുന്നില്ല. എഫേസ്യ ലേഖനം 4:18-19 നമ്മുടെ ഹൃദയത്തിന് സംഭവിച്ച അവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം. അവർ അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മാനം താഴമ്പിച്ചുപോയി. ഇത് നമ്മുടെ അവസ്ഥയല്ലേ? മനസ്സെന്തായി? താഴമ്പിച്ചു പോയി. ഹൃദയം ഒന്ന് കാഠിന്യപ്പെട്ടു. ഇപ്പോൾ ഒരു കുറ്റബോധവും ഇല്ല, ഇപ്പോൾ ഒരു പശ്ചാത്താപവുമില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആത്മികമായി നമ്മൾ ഉറങ്ങി. ആത്മമണ്ഡലത്തിൽ ഉറക്കം വ്യാപരിച്ചു. പാപത്തെ എന്ന് ഗൗരവമായിട്ട് ആത്മീകനെടുക്കുമോ അന്ന് അവർ തിരിച്ച് ജീവനിലേക്ക് മടങ്ങി വരും. ദൈവം മുമ്പാകെ ചെയ്തത് ചെറുതാകട്ടെ വലുതാകട്ടെ അതെല്ലാം എണ്ണി ഏറ്റുപറയുന്ന, അപ്പോൾ തന്നെ നിരപ്പ് പ്രാപിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ മണ്ഡലത്തിലേക്ക് ഞാനും നിങ്ങളും എന്ന് നമ്മുടെ സ്റ്റെപ്പ് എടുത്തു വെക്കുമോ അന്ന് നമ്മൾ ആത്മീകമായി ജീവിപ്പിക്കപ്പെടാൻ തുടങ്ങാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം നിങ്ങൾക്കൊരു ആത്മജീവൻ വേണോ? നിങ്ങളൊന്ന് എഴുന്നേൽക്കണോ? നിങ്ങളുടെ ആത്മീകമായ ഉറക്കം മാറണോ? പാപത്തെ ഗൗരവമായിട്ട് എടുത്താട്ടെ, ദൈവം ഭാഗം ഏറ്റു പറഞ്ഞാട്ടെ. അത് ചെറിയ കാര്യമല്ലേ, അത് നിസ്സാര കാര്യമല്ലേ? നോ നോ, അങ്ങനെ പറയരുത്. ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു ആത്മിക അനുഭവം ഇന്ന് പകൽ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ആത്മിക ജീവനിലേക്ക് മടങ്ങി വരികയാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, അയ്യോ കർത്താവേ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ ബാല്യത്തിലെ ലംഘനങ്ങളെ എന്നോട് അകറ്റണമേ. ജീസസ്. പാപത്തെ ഗൗരവമായിട്ട് എടുത്താട്ടെ. അതാ ഉണരാനുള്ള മാർഗം. അത് എടുക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഉറങ്ങുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ പതിവ് പരിപാടികളിൽ തൃപ്തിപ്പെടുന്നതാ ഉറക്കത്തിന് കാരണം. നമ്മളിവിടെ വന്നിട്ട് മതി എന്ന് പറയും അല്ലേ? പതിവ് ചടങ്ങ് നടത്തിയാൽ നമ്മൾ തന്നെ പറയും, എന്തോ ആയി, പ്രാർത്ഥിച്ചല്ലോ, വചനം ഇന്ന് വായിച്ചില്ലയോ, ആരാധിച്ചില്ലേ, മതി.
നിങ്ങളെ ഉറക്കത്തിലേക്കത് നയിച്ചുകൊണ്ടിരിക്കുക. പിടികിട്ടുന്നുണ്ടോ? പതിവിനപ്പുറമായി ചിലത് സംഭവിക്കണം. പിടികിട്ടുന്നവരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പതിവിനപ്പുറമായി ചില ആത്മാനുഭവങ്ങൾ ഉണ്ടാകണം. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ഈ പതിവ് പരിപാടികൾക്കപ്പുറമായി ആത്മാവിന്റെ ചലനത്തിന് വേണ്ടി കൊതിക്കണം. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോ കർത്താവ്, ഞങ്ങളുടെ പതിവ് ചടങ്ങുകൾക്കപ്പുറമായി ഞങ്ങൾക്കൊരു ആത്മീയ അനുഭവം, മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത ഒരു ആത്മനദിയിലേക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കണമേ എന്ന് ആത്മികമായ ദാഹം. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഇനി പറയണം. ഞാൻ സമയം പോയത് കൊണ്ട് അവസാനിപ്പിക്കുക. നമുക്കൊന്ന് മടങ്ങി വരാം. ഒന്ന് മടങ്ങി വരണ്ടേ? നമുക്കൊന്ന് മടങ്ങി വരാം. എല്ലാ കണ്ണുകളും ഒന്ന് ദൈവത്തിൽ അടച്ചാട്ടെ. സ്തോത്രം. ആത്മീയ ഉറക്കത്തിൻ്റെ അപകടങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. ഞാൻ എല്ലാം വിശദീകരിച്ചില്ല. ഭയങ്കര അപകടമാണ്. സ്തോത്രം. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ആ വിതച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവരുറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചു. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഈ കള വിതയ്ക്കപ്പെടുന്നത്. സ്തോത്രം. ആ മനുഷ്യൻ ഉറങ്ങുമ്പോൾ കള വിതച്ചു. സ്തോത്രം. സ്തോത്രം. കർത്താവിനെ കാത്തിരുന്നതാ 10 കന്യകമാർ. അവരിൽ 5 പേരെ ഉറങ്ങിപ്പോയി. കർത്താവ് വന്നു. അവസരം നഷ്ടപ്പെട്ടു. ഉറക്കം വലിയ പ്രശ്നമാണ് കേട്ടോ. വലിയ പ്രശ്നമാ. സ്തോത്രം. നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. ദൈവത്തോട് പറ, കർത്താവേ എനിക്കൊന്ന് ഉണരണം. ഞാൻ മാനസാന്തരത്തിലേക്ക് വരുന്നു. കർത്താവിലേക്കൊന്ന് മടങ്ങി വരുന്നു. അല്ലേ? ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാനാ അവിടെ പറയും. നീ എന്ത് ചെയ്യണം? ചാവാറായ ശേഷിപ്പിനെ, സ്തോത്രം, ഇച്ചിരി ഇല്ലേ, കുറച്ചില്ലേ, അതിനൊന്ന് ബലപ്പെടുത്ത. സ്തോത്രം. ഒന്ന് മടങ്ങി വരണം. സ്തോത്രം. തിമോഥെയോസിനോട് പറഞ്ഞു, നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. ഒരല്പ തീയൊന്ന് കൂട്ടണം. ഉള്ളത് ചാരമൊന്ന് നീക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ഈ ദൂത് കേട്ടിട്ട് ഈ ദൂതിനനുസരിച്ച് ഒരാത്മജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. സ്തോത്രം. കർത്താവെ, ഞാൻ ഇന്ന് എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനം എന്നോട് സംസാരിച്ചല്ലോ, അങ്ങ് എന്നോട് ഇടപെട്ടല്ലോ. അങ്ങയുടെ വചനത്തിന് മുമ്പാകെ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ഉറക്കമുണ്ട്. എന്നെ ഒന്ന് ഉണർത്തണം, എന്നെ ഒന്ന് ജ്വലിപ്പിക്കണം, എന്നെ ഒന്ന് ശക്തീകരിക്കണം.